അഭിനേത്രി എന്നതിനൊപ്പം എഴുത്തുകാരിയുമാണ് ലെന ഇന്ന്. ലെനയുടെ 2 പുസ്തകങ്ങൾ ഇതിനോടകം പുറത്തിറങ്ങി. വൈവിധ്യമുള്ള കഥാപാത്രങ്ങളുടെ മികച്ച നടിയെന്ന് പേരെടുത്ത ലെന ഒരു കാലത്ത് സീരിയൽ രംഗത്തും പ്രശംസ നേടിയിരുന്നു. മലയാള സിനിമയിൽ വന്ന ചില്ലുവിളക്ക് എന്ന നോവലാണ് ഞാൻ സീരിയലാക്കിയത്. നായികയായി പലരെയും ആലോചിച്ചു. പിന്നീടാണ് ലെനയെ ആലോചിക്കുന്നത്. ലെന അന്ന് ഓമനത്തിങ്കൾ എന്ന സീരിയലിലൂടെ വലിയ പേരുണ്ടാക്കിയ നടിയാണ്. ലെനയെ വിളിച്ച് സംസാരിച്ചപ്പോൾ നടി ചെയ്യാമെന്ന് പറഞ്ഞു. 5 എപ്പിസോഡുകൾ എടുത്ത ശേഷം ഒന്നോ രണ്ടോ ചാനലുകൾക്ക് കൊടുക്കും. കൊടുത്ത ശേഷം ടെലികാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബാക്കി എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാനായിരുന്നു തീരുമാനം. ആദ്യത്തെ എപ്പിസോഡുകൾ എടുത്ത് കഴിഞ്ഞ് ശേഷം 3 മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് ലെനയോട് പറഞ്ഞു. ലെന ഓക്കെയും പറഞ്ഞു. ഈ 3 മാസത്തെ സമയത്തിനിടെ മല്ലിക സുകുമാരൻ നിർമ്മിക്കുന്ന സീരിയലിൽ തൻ്റെ സമ്മതത്തോടെ ലെന ഒപ്പുവെച്ചുവെന്നാണ് ശാന്തവിള ദിനേശ് പറയുന്നത്. ഗൾഫിൽ എവിടെയോ ആണ് ഷൂട്ടിംഗ്. 1,00,000 രൂപ ലെന അഡ്വാൻസ് വാങ്ങി. എന്തോ കാരണത്താൽ ഗൾഫിൽ ഷൂട്ടിങ്ങിന് നീണ്ടുപോയി. ഞങ്ങളുടെ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കെ ഒരു ദിവസം ലെന ആകെ ടെൻഷനടിച്ച് എൻ്റെ അടുത്ത് വന്നു. മല്ലിക ചേച്ചിയുടെ സീരിയൽ റെഡിയായി. ഗൾഫിൽ ഷൂട്ട് ചെല്ലണമെന്നാണ് പറയുന്നത്. സാർ പറയുന്നത് പോലെ തീരുമാനം എടുക്കാമെന്ന് ലെന പറഞ്ഞു. ധർമ്മസങ്കടത്തിലായ താൻ സ്ക്രിപ്റ്റ് റൈറ്ററോടും പ്രൊഡക്ഷനോടും സംസാരിച്ചു. 15 ദിവസം ലെന ഞങ്ങളുടെ സീരിയൽ ഷൂട്ടിംഗ് ചെയ്യും. 15 ദിവസം ഗൾഫിൽ പോയി ഷൂട്ട് ചെയ്യാനെന്ന് ധാരണയായി. ലെന മല്ലിക ചേച്ചിയെ വിളിച്ചു സംസാരിച്ചു. മല്ലിക ചേച്ചി അമ്പനും വില്ലിനും അടുക്കുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അഡ്വാൻസ് വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. 3 മാസം മുമ്പാണ് അഡ്വാൻസ് വാങ്ങിയത്. ആ ഡേറ്റിന് ഷൂട്ടിംഗ് ചെയ്തില്ല. എന്നിട്ട് അതിൻ്റെ എല്ലാ പാപഭാരങ്ങളും ലെനയുടെ തലയിൽ വെച്ചു. എന്നെ ഒഴിവാക്കണമെന്ന് ലെന പറഞ്ഞപ്പോൾ ഒഴിവാക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ അഡ്വാൻസ് വാങ്ങിയതല്ലേ എന്ന് മല്ലിക ചേച്ചി. ഭീഷണിയുടെ സ്വരത്തിലാണ് ലെനയോട് അവർ സംസാരിച്ചത്. പ്രശ്നത്തിന് മുകളിൽ പ്രശ്നമായി. ലെനയുടെ ഫോണിൽ വിളിച്ച് ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്നതിനാണ് ആയിരുന്നു മല്ലിക ചേച്ചി. കോടിയേരി ബാലകൃഷ്ണനാണ് കേരളത്തിലെ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലെനയും കൊണ്ട് ഖത്തറിലേക്ക് പറക്കാൻ മല്ലിക ചേച്ചി എറണാകുളത്തുണ്ട്. പ്രശ്നം സങ്കീർണമായപ്പോൾ ലെന ആ സീരിയൽ അഭിനയിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ലെന സമ്മതിച്ചെന്ന് വ്യക്തമാക്കിയ ശാന്തവിള ദിനേശ് പിന്നീടുള്ള സംഭവങ്ങളും തുറന്നു പറഞ്ഞു. ലെന പോകാതിരുന്നപ്പോൾ മല്ലിക ചേച്ചി വിളിച്ചു. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി വകുപ്പ് കോടിയേരി ബാലകൃഷ്ണനാണെങ്കിൽ നിന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പൊക്കിയിരിക്കുമെന്നും പറഞ്ഞു. പേടിച്ചുപോയ ലെന തൻ്റെ അടുത്ത് വന്നപ്പോൾ ധൈര്യം കൊടുത്തുവെന്ന് ശാന്തവിള ദിനേശ് പറഞ്ഞു.